1390. 2022 വണ്ടി. 22 വണ്ടി അല്ലെ? അതും നമ്പർ മാറ്റി കേരളൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1640 നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് വണ്ടി മാനുവലാണ് വരുന്നത്. ഓക്കെ. 1640 കേരളാക്കി എങ്ങോട്ട് എടുത്ത് കൊടുക്കാം. 22 മോഡൽ വണ്ടിയാണ്. 22 മോഡൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ടച്ച് ചെയ്യാൻ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ ടൈപ്പിലേക്കൊക്കെ മാറ്റി ഒക്കെ ചെയ്തു തരും. ഇനി അത് കസ്റ്റമറിന്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് അവര് കൊടുക്കും. അങ്ങനെ കൊടുക്കാം. അപ്പോ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. പിന്നെ ഇന്നലെ വന്ന സ്റ്റോക്കാണ്. അപ്പൊ ആ വേഗം വന്ന് നോക്കൂലേ, പെട്ടെന്ന് അഡ്വാൻസ് ആക്കിയൊക്കെ കൊണ്ടുപോവാം. ആയിക്കോട്ടെ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. രണ്ടും ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. ഓട്ടം വല്ലാണ്ടുണ്ടോ? 190 സംതിങ്, 1.5 റേഞ്ച് അത്ര ഓടിയിട്ടുള്ളൂ. രണ്ട് വണ്ടി. വീണ്ടും അൽഫ കാർസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഡീലർ വിലക്ക് കാറുകൾ തരുന്ന ഒരു ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറിച്ച് വിറ്റാലും പൈസ ഉണ്ടാക്കാം അല്ല. ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ആൾക്ക് വിറ്റാലും നിങ്ങൾക്ക് ലാഭം കിട്ടും. അത്രയും വില പൊട്ടിച്ചിട്ടാണ് ഇവിടുന്ന് കാറുകൾ കിട്ടുന്നത്. എല്ലാത്തര വാഹനങ്ങളുണ്ട്. 5 സീറ്റ് ഉണ്ട്, 7 സീറ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറും അതുപോലെ തന്നെ ടൊയോറ്റന്റെ അൾട്ടീസ്, പിന്നെ ചെറുവണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ല അടിപൊളി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എന്നോടൊപ്പുള്ളത് ഇതിന്റെ മാനേജറാണ്. വാ ബ്രോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ഇപ്രാവശ്യം. കുറച്ച് കയറിയുണ്ട്. പർച്ചേസിന് പുതിയ പോയിട്ടുണ്ട്. അതെ. ഇതിന്റെ ഓണർ അബീബ് ഇല്ല. ഇന്നത്തെ വീഡിയോയിൽ അബീബ് ഉണ്ടാവില്ല. അബീബ് ബംഗാളിലാണ്, പർച്ചേസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തേക്കാൾ കുറച്ചിട്ട് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോട്ടോ. മൂപ്പര് അവിടെ തന്നെ ഉണ്ട്, ബംഗാളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ വണ്ടി പർച്ചേസ് ചെയ്യാം അല്ല. പിന്നെ ബ്രോ, ഇത് ലൊക്കേഷൻ ആണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡിലാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. പിന്നെ സമയമായിട്ടാണ് ഒരു വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല. ഓക്കെ. ഒരുപാട് വണ്ടികളുണ്ട്, വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. ഇതെവിടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് ടൊയോറ്റന്റെ അൾട്ടീസ് അല്ല. നമുക്ക് 7 സീറ്റ് എല്ലാം അടുത്ത് കാണിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് ഈ 2 വണ്ടി കാണിച്ചു കൊടുക്കല്ലേ. വൈറ്റിന്റെ ഒന്ന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. വൈറ്റ് 2015-16 രജിസ്ട്രേഷൻ വരുന്ന പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി അല്ലേ? നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ വണ്ടി. ഓക്കെ. 1 ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. പെട്രോൾ ആണ്, അധികം അങ്ങനെ ഓട്ടം വരില്ല. ഇത് നമുക്ക് ഇങ്ങോട്ട് NOC എടുത്തിട്ടുണ്ട്. NOC ഇപ്പോ എടുത്തിട്ടുണ്ടല്ലേ? കൊണ്ടോട്ടി KL84ലേക്ക്. ഓക്കെ. ഇത് നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം? ഇത് 5:30 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 5:30 കൊടുക്കാം. അതും 5:30. അത് 5:30. അതും 2015 വണ്ടി. 16 രജിസ്റ്റേർഡ്. ഇത് ന്യൂ ഷേപ്പിൽ വന്ന വണ്ടി തന്നെ അല്ല? അതെ. ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റും കൂടെ വരുന്നുണ്ട് 16. അതിന്റെ തൊട്ടുമുന്നുള്ള ഇത് 14, 15, 16 ഒക്കെ ആ റേഞ്ചിൽ വരും. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. വീണ്ടും ഇവിടെ ഒരു ടൊയോറ്റന്റെ അൾട്ടീസ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2015 മോഡല് ഡീസൽ ആണ്. ഡീസൽ. ഓക്കെ. J ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ ഇങ്ങോട്ട് നമ്പർ ആയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആണ് ഉള്ളത്. മൂന്നാമത്തെ ഓണർ അല്ലേ? മൂന്നാമത്തെ ഓണറാണ്. ഓക്കെ. വണ്ടിമേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനെ ഒന്നും വന്നില്ല അല്ല? ചിലവ് മെയിൻ ഗ്ലാസ് അവിടെ റീപ്ലേസ് ഉണ്ടാവില്ല? റീപ്ലേസ് ഉണ്ടാവും. ഇതിന്റെ മെയിൻ ഗ്ലാസ് അല്ല, റിയർ ഗ്ലാസ് ആണ് മാറ്റിയുള്ളത്. ഏത് ക്വാർട്ടർ ഗ്ലാസാ? ബാക്ക് അല്ലേ? ഓക്കെ. അത് ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതർ സ്റ്റേറ്റ് വണ്ടികളാണ്. അപ്പോ ഈ മെയിൻ ഗ്ലാസ് എന്തായാലും മാറിയിട്ടുണ്ടാവും. കല്ലടിച്ച് പൊട്ടല്, പിന്നെ ഹീറ്റ് ആയിട്ട് കൂടാ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതർ സ്റ്റേറ്റ് വണ്ടികൾ. അപ്പൊ അതൊക്കെ ഫുള്ള് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കളി കേട്ടോ. പിന്നെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എവിടെ വേണമെങ്കിലും ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട. ഫുള്ള് ഏറ്റവും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി അല്ല? അതിനുള്ള അവസരം ഇവര് ഒരുക്കി തരും. ഒരു ടെൻഷൻ വേണ്ട. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 5:70 നമ്പർ ആയ വണ്ടിയാണ്. 5:70 കൊടുക്കാം. അതിൽ സീറ്റ് കവർ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. സീറ്റ് കവർ. ഒരു റയർ പീസ് മാരുതിന്റെ ബലേനോ ആണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 20 മേലേക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതും അതർ സ്റ്റേറ്റ് നമ്പർ ആയിക്കുന്നത്. KL-ആയി. നമ്പർ ആയ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2019 ലാസ്റ്റ് 20 രജിസ്ട്രേഷൻ വരുന്ന സിഗ്മയാണ് വരുന്നത്. സിഗ്മ ആണ് ഓപ്ഷൻ വരുന്നത്. അതെ. ഓക്കെ. വണ്ടി എത്ര ഓട്ടോ ഒക്കെ ഉള്ളത്? 1:12 സംതിങ് ഓട്ടോ. ഇത് കറക്റ്റ് ഓട്ടോ തന്നെയാ?
ഓട്ടോ നിലവില് പറയണില്ല, പക്ഷെ അതിനുള്ള വണ്ടിക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല. ഓട്ടത്തില് അത്ര തന്നെ ഓടി പോലെ തോന്നുന്നുണ്ട് അല്ല, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഇല്ല, ഡീസൽ അല്ല, ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ല. ഇത് വണ്ടി തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ കയറിയാ? സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. നമ്മളിപ്പോ ഇങ്ങോട്ട് കേരളയിലേക്ക് ആക്കുമ്പോ രണ്ടായി അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ഓണറിൽ വണ്ടി ഓടിയിട്ടില്ല. ഇല്ല. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 5-15 5-15 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. 5.5 വരെ ലോണുമാണ്. 5.5 ക്യാഷ് ബാക്ക്. നല്ല സിബിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, ഒന്നുമില്ല. ചില്ലറ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. ഡാറ്റ്സന്റെ റെഡിഗോ. ഓക്കെ, മെക്കാനിക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഷോറൂം കണ്ടീഷൻ ആയിരിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അല്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. കൂടുതൽ ലോണും ചെയ്യാം. ഫുള്ള് ലോൺ, ക്യാഷ് ബാക്ക്, പൈസ അങ്ങോട്ട് കിട്ടും. 2 ലക്ഷം രൂപ ലോൺ കിട്ടോട്ടെ ഈ വണ്ടിക്ക്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. ഒരു ക്രിസ്റ്റ നോക്കാം. അതും ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. ടൈപ്പ് 3 കൺവേർട്ട് ആക്കിയിട്ടുണ്ട് അല്ലെ ബ്രോ? ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 വരുന്നതാണ്. 17 വണ്ടി. ഓക്കെ, G4 അതെ, G ആണ്. ഇത് നിലവില് അത്യാവശ്യം G4 വരുന്നതാണ്. അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 360 ക്യാം, സെഡിന്റെ പാറ്റേണിലേക്ക് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിംഗ് കൺട്രോൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്താണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വണ്ടി അല്ലേ? ഓക്കെ, മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി അല്ലേ? ഇത് നമുക്ക് എങ്ങനെ NOC നമ്പർ ആക്കിട്ടാ? അല്ല, ഇത് KL 84 നമ്പർ ആയി. ഓൾറെഡി ആയി നമ്പർ. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു, നമ്മൾ മാറ്റി സെക്കൻഡ് ആക്കി. നമ്പർ ആകുമ്പോ സെക്കൻഡ് ഓണർ. ഇത് എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് 12.90 12.90 കൊടുക്കാം. വർക്ക് ചെയ്താണ്. ഒരുപാട് വർക്ക് എടുത്ത വണ്ടി. ഇവിടെ വീണ്ടും ഒരു ക്രിസ്റ്റ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 18 ആണ്. G4 G ആണ്. ഓക്കെ, മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ, പറഞ്ഞോളി വണ്ടീനെ പറ്റി. ടൈപ്പ് 1 വരുന്നത് തന്നെയാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ. ഇത് കമ്പനിന്ന് വന്ന അതേ ഇതല്ലേ? അതെ. ഓക്കെ, ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടം 2.45 റേഞ്ച് ഓട്ടം ഉണ്ട്. ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവും വണ്ടിയിൽ? ഇത് ഫുൾ ഹിസ്റ്ററി ഇല്ല, നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ കാണിച്ച ഹിസ്റ്ററി ഉണ്ടാവും? ഫുൾ അതും ഉണ്ടാവില്ല. ഫുൾ ഉണ്ടാവില്ല. നമ്മൾ മെക്കാനിക്കലൊക്കെ നോക്കി പ്രശ്നമില്ലാത്തതുകൊണ്ട് എടുത്തതാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഫ്രണ്ട് ഗ്ലാസ് ആരെയും വരുന്ന പുറത്ത് ഉണ്ടാവും. ഇത് രണ്ടും മെക്കാനിക് പക്ക, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? നമുക്ക് 12.30 കൊടുക്കാം. 2018 ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കുകയാണ്. നമ്മൾ NOC എടുത്തിട്ടില്ല, ഡയറക്റ്റ് ചെയ്ത് കൊടുക്കല്ലേ? ഇതെവിടെ മൈലേജിൽ കിങ് അല്ല, ഒരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. മാരുതിന്റെ സിയാസ്. ഇത് ബ്രോ എങ്ങനെയായിരുന്നു മോഡല്? ഇത് സിയാസ് 2015 ZA പ്ലസ് വരുന്നതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് 15 ZA പ്ലസ്, പുഷ്പടൻ അടക്കം വരുന്ന വണ്ടി. എല്ലാ സെറ്റപ്പും ഉണ്ട്. സൺറൂഫ് മാത്രം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതെ, വണ്ടി അതർ സ്റ്റേറ്റ് വണ്ടി അല്ലേ? വണ്ടിയാണ്. നമ്പർ എടുത്തിട്ടില്ല, നേരെ ഡയറക്റ്റ് ഒക്കെ കസ്റ്റമർക്ക് വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ കാര്യങ്ങൾ? മെക്കാനിക്കൽ പ്രശ്നമൊന്നുമില്ല. തട്ടുമുട്ട് ഇടി കുത്താങ്ങാത്ത പ്രശ്നമില്ല. ഇവിടെ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? കൗൾ പീസ് സൈഡാണ്. കൗൾ പീസിന്റെ ഈ ഭാഗത്തല്ലേ? ലെഫ്റ്റ് സൈഡ് കൗൾ പീസിന്റെ ഭാഗത്ത് വർക്ക് എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ വണ്ടി മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നും അല്ലല്ലോ? അങ്ങനത്തെ ഒന്നുമില്ല. അത് വന്ന് വർക്ക് എടുത്ത് നമ്മള് തന്നെ പറഞ്ഞിട്ട് ഇതാക്കും. പറഞ്ഞിട്ട് തന്നെ നമ്മള് പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വന്നിട്ട് അവര് ചിലപ്പോ പറയാൻ വിട്ടവര് വർക്ക് എടുത്തിട്ടുണ്ട്. അതെ, വണ്ടി എടുക്കാൻ വരുന്നവര് ഇപ്പൊ അറിയാത്ത ആളാണെങ്കിലും അറിയുന്നവരാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം നാളെ നമ്മള് ഷോറൂമിന്ന് ഒരു എന്ത് വരാൻ പാടില്ല, ഒരു പേര് ദോഷം വരാൻ പാടില്ല. ഹബീബിന്റെ വണ്ടികളൊക്കെ സൂപ്പറാണ് എന്ന് പറയണം ആൾക്കാർ. സൂപ്പർ എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ടേ തരുള്ളൂ. അതാണ്. അപ്പോ ബ്രോ നമുക്ക് ഇത് എന്ത് വില കൊടുക്കാം? നമുക്ക് 4.40 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 4.40 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം അല്ല? അപ്പോ ആവശ്യക്കാര് വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ഒരു റയർ പീസ് ഹൂണ്ടൈന്റെ വെർണയാണ്, ഡീസലാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ബ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡല്?
ഇത് 2012-13 രജിസ്ട്രേഷൻ വരെ. 13 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. ഇത് വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. 2013 വണ്ടി ആരും കണ്ടാ പറയില്ല. ഇത് അതർ സ്റ്റേറ്റ് ആണ്. അതർ സ്റ്റേറ്റ് ആണ്. ഓക്കെ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമുക്ക് കേരള ആക്കിയിട്ട് നമുക്ക് എവിടേക്കും മാറ്റിയിട്ട് കൊടുക്കാം. കൊടുക്കാം. എവിടത്തേക്കും വേണമെങ്കിൽ ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിലും മാറാം. നിലവിൽ എടുത്തിട്ടില്ല, എങ്ങോട്ടും. ഓക്കെ. NOC എടുത്തിട്ടില്ല, ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഒരു ടെൻഷൻ വേണ്ട. വണ്ടിമേ വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് പിന്നെ ഓൾമോസ്റ്റ് മെയിൻ ഗ്ലാസ് പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടിയല്ലേ, അത് എന്തായാലും മാറിയിട്ടുണ്ടാവും. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3.4 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 3.4 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2022-21 ലാസ്റ്റ് വരുന്നതാണ്. മോഡൽ ഉണ്ട്. ഓക്കെ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. ഏത് RTIലേക്ക് വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം അല്ല? ഓക്കെ. ഓട്ടം വരുന്നത് 74 സംതിങ് 75ന്റെ അടുത്തുണ്ട്. ഫുൾ സർവീസ് ഉള്ളത്. 75,000 മാത്രം ഓടിയ വണ്ടി. അതെ. ഫുൾ കമ്പനി A to Z സർവീസ് ഉള്ള. ഇവിടെ വന്നിട്ട് നമ്മൾ ഷോറൂം കയറ്റിയിട്ട് സർവീസ് ഒക്കെ ചെയ്താണ്. ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ ചില്ലറ വർക്ക് ഉണ്ടായിരുന്നു. ചില വർക്ക് ഒക്കെ ചെയ്തില്ല. ഓക്കെ. A to Z സർവീസ് ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. വണ്ടിയിൽ യാതൊരു പ്രശ്നമില്ല. തട്ടുമുട്ടി ഇടി കുത്ത് ഇല്ല. ഒരു റീപ്ലേസ് പോലും ഇല്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? അലുവക്കണ്ടം പോലത്തെ വണ്ടി. ഇത് എത്ര കൊടുക്ക? നമുക്ക് 2080 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 2080. മാനുവൽ വണ്ടി. Z ആണ് 2.4. ഓപ്ഷന് Z ഏറ്റവും ടോപ്പ്. ഓക്കെ. അപ്പോ ആവശ്യക്കാർ വന്ന് നോക്കട്ടെ അല്ലെ. കിദ്മത്തിന്റെ ക്രിസ്റ്റ, അതും ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ് കേട്ടോ. ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ബ്രോ ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2017 വരുന്നതാണ്. 17 വണ്ടി അല്ല? ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? 197 റേഞ്ച് ഉള്ളത്. മെക്കാനിക്കൽ ഒന്നും പ്രശ്നമില്ല. മെക്കാനിക്കലി പക്ക അല്ല? വണ്ടിയിൽ യാതൊരു പ്രശ്നമില്ല. ഇത് മാനുവലോ ഓട്ടോമാറ്റിക്? മാനുവൽ വരുന്നതാണ്. മാനുവൽ. ഓപ്ഷൻ ഏതായിരുന്നു? G വരുന്നത്. G4 അല്ല? ഓക്കെ. ഇത് പിന്നെ എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 12.4 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. നിലവിൽ ഇങ്ങോട്ട് നമ്പർ ആയിട്ടുണ്ട് KL 84ലേക്ക്. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടി. നമ്പർ ആയിട്ടുണ്ട്. അതും 2017 വണ്ടി. എത്ര കൊടുക്കാന്ന് പറഞ്ഞേ? 12.4 തരും കേട്ടോ. അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഹോണ്ട സിറ്റി ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ബ്രോ മോഡൽ? 2019 ലാസ്റ്റ് വരുന്നത്. 19 ലാസ്റ്റ്. ഓക്കെ. SV ആണ് വേരിയന്റ് വരുന്നത്. മിഡിൽ വരുന്ന അലോയ്സ് കാര്യങ്ങൾ ഇതെല്ലാം. ഓട്ടോക്ക് വല്ലാനുണ്ടോ? 1.4 റേഞ്ച് ഓട്ടോ ഉണ്ട്. ഓട്ടോ ഉണ്ട് അല്ലേ? ജെനുവിൻ ആയിരിക്കോ? നമ്മള് പുറത്തുനിന്നായതുകൊണ്ട് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളി. പിന്നെ വണ്ടിയിൽ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല, ഒന്നും വന്നിട്ടില്ല. കാര്യങ്ങളൊന്നുമില്ല. ഇടികുത്ത് അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ? ഓക്കെ. വണ്ടി കാണാനൊക്കെ നീറ്റുണ്ട്. പിന്നെ മോഡൽ ഉണ്ടല്ലോ 2019 ലാസ്റ്റ്. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് 6.40 ഇവിടെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 6.40 കൊടുക്കാം അല്ലെ? നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടെ നമ്മൾ NOC KL 84 എടുത്തിട്ട് സെക്കൻഡ് ആവും. ഓക്കെ. ആവശ്യക്കാർ നോക്കട്ടെ. ഇവിടെ നമുക്ക് വീണ്ടും ഹോണ്ട സിറ്റിനെ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 VX വരുന്നതാണ്. 14 സൺറൂഫ് അടുക്ക വരുന്ന വണ്ടി VX അല്ല? VX എന്ന് പറയുമ്പോ ZX-ന്റെ നേരെ അടിയിലുള്ളത്. ഓക്കെ. ഏറ്റവും ടോപ്പ് ZX, അതിന്റെ തൊട്ട് അടിയിലുള്ളതാണ് VX. ഓക്കെ. ഇത് എല്ലാ സെറ്റും വരുന്നുണ്ടല്ലേ? ആൻഡ്രോയിഡ് ആലോയ്സ്, പുഷ് ബട്ടന്, കീലെസ് എൻട്രി എല്ലാം ഉണ്ട്. ഫോഗർ DR എല്ലാം വരുന്ന വണ്ടിയാണ്. 2014 വണ്ടി അല്ല? നമ്പർ ഓൾറെഡി ആയിനാ? ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. KL 84 നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ വണ്ടി അല്ല? ഡീസലാണ്. മാനുവൽ ഓട്ടോമാറ്റിക്? അത് മാനുവൽ. നമുക്ക് എന്ത് വില കൊടുക്കാം? നമുക്ക് 4.30 ഫൈനൽ കൊടുക്കാം. 4.30 ഫൈനൽ കൊടുക്കാം. അതും ഒറിജിനൽ കേരള വണ്ടി. അതും വോക്സ് വാഗന്റെ വെന്റോ ഹൈലൈൻ അല്ല? ഡീസലാണ്. ഹൈലൈൻ ആണ്. 1.6 ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2016 ലാസ്റ്റ് 17 രജിസ്റ്റേർഡ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. നമ്മുടെ പേരിലേക്ക് മാറ്റി ഇങ്ങോട്ട് ഇട്ടതാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഇപ്പൊ നിലവിൽ. ഓട്ടൊക്കെ എത്ര ഉണ്ട്? 1.44 ഓട്ടാണ്. 1.44 ഓടി. ഇപ്പൊ നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണറിൽ വണ്ടി ഓടിയിട്ടില്ല. ഇല്ല, നമ്മള് ഫസ്റ്റ് ഓണറിന് വാങ്ങിയതാണ്, പർച്ചേസ് ചെയ്തതാണ്. വേറെ വണ്ടിമേ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല ഇല്ലല്ലേ? പിന്നെ ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? നമുക്ക് 3.4 ഫൈനൽ കൊടുക്കാം. ലോണും ഫുൾ അത്ര തന്നെ ലോണും കിട്ടും. ലോണും ചെക്ക് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ?
ഇന്നലെ രാത്രി സ്റ്റോക്ക് കയറിയ 2 വണ്ടികൾ അല്ലെ? അതെ. ഓക്കെ, ഇനിയിപ്പോ കുറച്ചോ ടച്ചപ്പ് കാര്യങ്ങൾ ആക്കാണ്ടാവും അല്ലെ? ചെയ്യാണ്ട് വാഷ് പോലും ചെയ്തില്ല, ഞങ്ങളെ വീഡിയോയില് ആഡ് ചെയ്യാരിച്ചിട്ട്. ഓക്കെ, വന്ന കണ്ടീഷനാണ്. ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ ഈ 2 വണ്ടികളും. അപ്പൊ നമുക്ക് ബ്രോ അതും മോഡൽ എത്രയായിരുന്നു? 2022 വരുന്നതാണ്. രണ്ടും സിംഗിൾ ഓണർഷിപ്പ് വരുന്നതാണ്. രണ്ടും ജി ആണ്. 2022 സിംഗിൾ ഓണർ അല്ലേ? നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കും. ഇത് എങ്ങനെയായിരുന്നു? ഇത് 1.48 റേഞ്ച് ഓട്ടം ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്നതാണ്. ജി ആണ്. രണ്ടും നമുക്ക് തട്ടുമുട്ട് ഒന്നുമില്ല. ഓപ്ഷൻ G4 അല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് രണ്ടും ഒരുമിച്ച് പറയണെങ്കിൽ അങ്ങനെ പറയാം. ഒരുമിച്ച് പറഞ്ഞോളി. ഓക്കെ, രണ്ടും നമുക്ക് വന്നിട്ടുള്ള കണ്ടീഷൻ ആണ്. നമുക്ക് NOC വേണമെങ്കിൽ നമ്പർ ആക്കിയിട്ടില്ല, നമ്പർ ആക്കിയിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. 1390 രണ്ടും NOC കൊടുക്കുക. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 1390. 2022 വണ്ടി. 22 വണ്ടി അല്ലെ? അതും ഇനി നമ്പർ മാറ്റി KL ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1640 നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് വണ്ടി മാനുവലാണ് വരുന്നത്. ഓക്കെ, 1640 KL ആക്കി എങ്ങോട്ട് എടുത്ത് കൊടുക്കുക. 22 മോഡൽ വണ്ടിയാണ്. 22 മോഡൽ. അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ടച്ച് ചെയ്യാൻ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ ടൈപ്പിലേക്കൊക്കെ മാറ്റി ഒക്കെ ചെയ്തു തരും. ഇനി അത് കസ്റ്റമറിന്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് അവര് കൊടുക്കും. അങ്ങനെ കൊടുക്കുക. അപ്പോ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. പിന്നെ ഇന്നലെ വന്ന സ്റ്റോക്കാണ്. അപ്പൊ വേഗം വന്ന് നോക്കൂലേ? അഡ്വാൻസ് ആക്കിയൊക്കെ കൊണ്ടുപോവാം. ആയിക്കോട്ടെ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. രണ്ടും ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, ഓട്ടം വല്ലാണ്ടുണ്ടോ? 190 സംതിങ്, 1.5 റേഞ്ച് അത്ര ഓടിയിട്ടുള്ളൂ. ഓട്ടുണ്ട് രണ്ട് വണ്ടി. അപ്പൊ ആവശ്യക്കാർ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? ഇന്നോവ കാർ ഇപ്രാവശ്യം കുറവാണ്. നമ്മളിപ്പോ ലാസ്റ്റ് പർച്ചേസിലൊന്നും ഇന്നോവ ആകെ 2 വണ്ടിയേ ഉള്ളൂ അല്ലേ? ക്രിസ്റ്റയാണ്. എൻക്വയറിയും കൂടുതൽ ക്രിസ്റ്റയാണ്. അതെ, എൻക്വയറി കൂടുതൽ ക്രിസ്റ്റ ആയതുകൊണ്ട് ക്രിസ്റ്റാണ് ഇറക്കുന്നത്. ഈ ഇന്നോവ ഡയറക്റ്റ് ഒക്കെ പാർട്ടിനെ എടുത്തു കൊടുക്കട്ടോ. കൂടുതലും ഡയറക്റ്റ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എടുത്തു കൊടുക്കും അല്ലെ? ഓക്കെ, രണ്ട് പീസ് ഉണ്ടല്ലേ ഇവിടെ? ഇത് അഡ്വാൻസ് ആയിണ്. അത് അഡ്വാൻസ് ആയിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒറ്റ വണ്ടിയാണ് ഇപ്പൊ നിലവിൽ. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2012 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എങ്ങോട്ടും മാറ്റി എടുത്തിട്ടില്ല. നമ്പർ ആയിട്ടില്ല. ഇല്ല, എങ്ങോട്ടും എടുത്ത് കൊടുക്കാം. ഏത് ജില്ലക്ക് വേണമെങ്കിൽ, ഏത് RTയിലേക്ക് വേണമെങ്കിൽ മാറാം. ഓക്കെ, ഓപ്ഷൻ ഏതാ പിന്നെ? ജി ആണ്. 163 റേഞ്ച് ഓട്ടം കാണിക്കുന്നത്. കൺഫേം പറയില്ല. ഹിസ്റ്ററി ഉണ്ടാവില്ല അല്ല? വണ്ടി മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്, പക്ക. വേറെ തട്ടുമുട്ട് ഇടികുത്ത് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കൂടുതലും പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ. ഓക്കെ, വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ് അല്ലെ? 2012. എത്ര ആസ്ക് ചെയ്യണത്? നമുക്ക് നമ്പർ ആക്കിയിട്ട് 440 നമ്പർ ആക്കി കൊടുക്കാം. 440 നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാര് വിളിച്ചോട്ടെ അല്ലെ? ഇവിടെ ഒരു കുത്തം മിനാർ അല്ല, ഒരു കിരുമത്തിന്റെ ഒരു മുതലാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഫോർച്യൂണറിനേക്കാളും പവർ കൂടും. അതെ അല്ല, 3.2 ലിറ്റർ 4x4 ഓട്ടോമാറ്റിക് വരുന്നതാണ്. 4x4 ടൈറ്റാനിയം വേരിയന്റിൽ വരും. ടൈറ്റാനിയം വേരിയന്റ് ആണ് വരുന്നത്. ഫുള്ള് പനോറമിക് സൺറൂഫ് അടുക്ക വരുന്ന വണ്ടി. എക്സ്ട്രാ ഫിറ്റ് കുറെ കയറിനാ ബ്രോ? എക്സ്ട്രാ ഫിറ്റ്, ആഫ്റ്റർ മാർക്കറ്റ്, ഹെഡ് ലാമ്പ് കാര്യങ്ങള്, ടെയിൽ ലൈറ്റ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ലിഫ്റ്റ് ചെയ്താണ്. ഹൈറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടി എന്ത് വേണ്ട മെക്കാനിക് പരമായിട്ട്? വണ്ടി മെക്കാനിക്കലും ഇതൊക്കെ ഫിറ്റ് ആണ്. ചെറിയൊരു വർക്ക് ഉണ്ട്, നമ്മള് ചെയ്തിട്ട് ഒക്കെ ഫിറ്റ് ആയിട്ട് അത് തരാം, കൊടുക്കുക അല്ലേ? ഓക്കെ, ഓട്ടൊക്കെ എത്ര ഉണ്ട്? 183 റേഞ്ച് ഓട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, വണ്ടി മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. മുട്ടുകിടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അല്ലെ? എത്ര മോഡൽ പറഞ്ഞു ഞങ്ങള്? 2016 വണ്ടി. നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ട്, ഒരു മിനിറ്റ്, നമ്പർ അത് ചോദിച്ചില്ല. ഇത് നമ്പർ ഓൾറെഡി ആയിനോ? നമ്പർ ഇങ്ങോട്ട് NOC എടുത്തിട്ടുണ്ട്. 84ലേക്ക് ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ വേറെ ഏത് RTയിലേക്ക് വേണമെങ്കിൽ നമ്പർ ആക്കാൻ കഴിയില്ല. ഓൾറെഡി ഇപ്പൊ കേരളത്തിൽ നമ്പർ ആയി. എത്ര വില? 1690 നമ്മളിവിടെ നമ്പർ 1690 കൊടുക്കാം. ഓക്കെ, അതും 2016 വണ്ടി. 2016 3.2. ആവശ്യക്കാര് വിളിച്ചോട്ടെ അല്ലെ? ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫോർച്യൂണർ, അതും 4x4 മാനുവൽ വണ്ടി ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ആക്കിയിട്ടുണ്ട്.
ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2010 ലാസ്റ്റ് വരുന്നതാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഒരേ ഒരു ഓണർ. ആ ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് എന്തായാലും വരും. ഇത് ബോണറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോ ഇതൊക്കെ ബോണറ്റ് ഒക്കെ മാറുന്നല്ലേ? ബോണറ്റ് കാര്യങ്ങൾ ഇതെല്ലാം മാറുന്നു. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങൾ അങ്ങനത്തെ ക്ലെയിം ഒന്നും ഇല്ല. ഓക്കെ. വണ്ടി ഇപ്പോ നമ്പർ ആയിട്ടില്ല. നമ്പർ നമുക്ക് എങ്ങോട്ട് എടുത്ത് കൊടുക്കാം. ഏത് RTOയിലേക്ക് വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ. ഒരു ബ്ലാക്ക് കളറാണ്. അവിടെ നോസിക്ക് അവിടെ നിന്നും കൊടുത്തിട്ടില്ല. അപ്പോ ഒരു 1 മന്തിന്റെ അടുത്ത് 1 മാസത്തിന്റെ അടുത്ത് ടൈം എടുക്കും. മെക്കാനിക്കൽ കൊടുക്കാം. മെക്കാനിക്കൽ ഒന്നും പ്രശ്നമില്ല. പക്ക. ലാസ്റ്റ് ഇത് ഷോറൂം കയറ്റി സർവീസ് ഒക്കെ ചെയ്തതാണ്. ഓക്കെ. മെക്കാനിക് ഫിറ്റ് ആയിരിക്കും അല്ലെ? ഓക്കെ. ഇത് പിന്നെ ഈ എന്ത് വില കൊടുക്കുക? ഇത് നമുക്ക് 790 ഇവിടെ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 790 കൊടുക്കുക അല്ല? കാര്യങ്ങൾ 360 ക്യാമറ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ, അതുപോലെ തന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. ഒരുപാട് ഫിറ്റ് കയറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. റയർ പീസ് ടൊയോറ്റന്റെ ക്യാമറയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 പെട്രോൾ ഹൈബ്രിഡ് വരുന്നതാണ്. 14 ഹൈബ്രിഡ്. ഓക്കെ. ഇത് കിലോമീറ്റർ എല്ലാം ഏകദേശം 40 റേഞ്ച് ആയിട്ടാണ് ഓട്ടം ഉള്ളത്. ഹിസ്റ്ററി ഉള്ളതാണ്. ഓട്ടം കുറവാണ്. നിർത്തിയിട്ടതിന്റെ ആയിട്ടുള്ള ഒരു പ്രശ്നം. കിലോമീറ്റർ 40 റേഞ്ചിൽ ഓട്ടം. 40,000 രൂപ അത്ര ഓടിയിട്ടുള്ളൂ. നിർത്തിയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാല് ബാറ്ററി, ഹൈബ്രിഡ് ബാറ്ററി വീക്കാണ്. ഓക്കെ. ഇയറും ആയിട്ടുണ്ട്. ഹൈബ്രിഡ് ബാറ്ററി ചേഞ്ച് ചെയ്യാണ്ടാവും. ഓക്കെ. ചേഞ്ച് ചെയ്യാതുള്ള റേറ്റ് ആണ് നമുക്ക് പറയാം. കസ്റ്റമർ വേണമെങ്കിൽ നമ്പർ ആയിനാ വണ്ടി? ഇല്ല, നമ്പർ ആക്കിയിട്ട് ചെയ്യാല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് 8.45 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 8.45 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഹൈബ്രിഡ് ബാറ്ററി അവർ ചേഞ്ച് ചെയ്യാം. അതും ഒരു ആഡംബര കാർ അല്ല? ചെറിയ പൈസ, ഒരു പുതിയ സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ. അതെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതിന് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടച്ച് കാര്യങ്ങളൊന്നും ഇല്ല. വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല അല്ല? അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നമ്പർ ഏത് RTയിലേക്ക് വേണമെങ്കിൽ കമ്പനി ക്ലീൻ പെയിന്റിംഗ് തന്നെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. കറക്റ്റ് കമ്പനി പെയിന്റ് തന്നെ. ഒന്നും കേറിയിട്ടില്ല. ഓക്കെ. ടച്ചപ്പ് പോലും കേറാത്തൊരു വാഹനം. ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ അടിയിലൊക്കെ ചിലപ്പം ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതെ. ഓക്കെ. നമ്പർ ഏത് RTയിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു അൾട്ടീസ് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയായിരുന്നു? നമുക്ക് ചെറിയൊരു വിലക്ക് 2011 മോഡല് അൾട്ടീസ് ജെ ആണ്. നമ്പർ ഡീസൽ നമ്പർ ആയതാണ്. നമ്പർ ആയ വണ്ടി. ഓക്കെ. 1.25 റേഞ്ച് ആയിട്ടാണ് കിലോമീറ്റർ ഓട്ടമുള്ളത്. ഇത് നമുക്ക് ഇവിടെ റിന്യൂവൽ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് 2.65 ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ അല്ല? ഒരു അൾട്ടീസ് ആണ്. അതെ. വണ്ടി മെക്കാനിക്കൽ അങ്ങനത്തെ പ്രശ്നമായിരുന്നില്ല. ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ എടുത്താൽ കുറച്ച് പണി എടുപ്പിക്കാണ്ട്, അതായത് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ? മെക്കാനിക്ക് മെക്കാനിക്കൽ അല്ല? ചെറിയൊരു ബഡ്ജറ്റില് കുറച്ച് വൃത്തിയാക്കി എടുത്തെങ്കിൽ നല്ല എണ്ണം കാച്ചിയ വണ്ടിയാവും. അതിനുള്ള വിലക്കാണ് കൊടുക്കുന്നത് അല്ല? അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 നമ്പർ ഉണ്ട് ബോസിന്റെ, അതിൽ വിളിച്ചാൽ മതി. ഓക്കെ. ഈ ആർക്കെങ്കിലും ഡയറക്റ്റ് ഒക്കെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ പറ്റുന്നവരുണ്ടെങ്കിൽ ആളിപ്പോ പർച്ചേസിന് അവിടെ ഉള്ളത് അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ്. റേറ്റിലും മാറ്റം ഉണ്ടാവും. എങ്ങനെയാണോ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അതിന്റെ. ഇനി ഇതല്ല, ഇതിനേക്കാളും വില കുറവ് നിങ്ങൾക്ക് വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഇറക്കി തരും. മൂപ്പരിപ്പോ ബംഗാളിലാണ് ഉള്ളത്. ആ നമ്പറിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത്, ചെറിയ പൈസക്ക്. ഇപ്പൊ നിങ്ങളൊരു ഡീലർ ആണെങ്കിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ഓക്കെ. അപ്പോ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചോട്ടെ അല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ.